അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലൈനാ മിൻ അൻഫുസിനാ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ 155-ാമത്തെ ആയത്താണ് കണ്ടതല്ലേ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ഒരു എന്താ പറയാ ഓർമ്മപ്പെടുത്തുന്നതും എന്നാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതുമായ ഒരു ആയത്തായിരുന്നു അല്ലെ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അല്ലെ, ക്ഷമയും പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെയും അപ്പം ഇന്നും ഇൻഷാ അല്ലാഹ് 2 ആയത്തുകൾ എടുക്കുന്നുള്ളൂ. 156, 157 കുഞ്ഞായത്തുകൾ തന്നെയാണ്. ഈ എന്താ ഈ ആയത്തുകളുടെ കണ്ടന്റിലുള്ള ഭാരം ഹെവിയാണ് കണ്ടന്റ് അല്ലെ. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ സ്കോപ്പ് ഉണ്ടോ അത്രത്തോളം കൊണ്ടുവരേണ്ട ആയത്തുകളാണ്. അപ്പം ആ കണ്ടന്റിന്റെ ഹെവിനെസ് കാരണമാണ് ആയത്തുകൾ കുറച്ചെടുക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒന്നും രണ്ടും കുഞ്ഞു കുഞ്ഞു ആയത്തുകൾ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇടാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ എന്നിട്ടും അത് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത്രക്ക് നമ്മൾ ചിന്തിച്ച് 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 നമ്മളെ ജീവിതത്തിന്റെ ഏതൊക്കെ മുക്കിലും മൂലയിലും കൊണ്ടുവരാൻ പറ്റുമോ അവിടെയൊക്കെ കൊണ്ടുവരേണ്ട ആയത്താണ്. അതുകൊണ്ട് ചെറുതല്ലേ, കുറച്ചല്ലേ, വേഗം പഠിച്ചിട്ട് വിട്ടേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കുന്നതിനേക്കാളും ഈ ആയത്തുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ ഈ ആഴ്ചത്തേക്ക് ആയത്തുകൾ പറ്റുമെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് ചിന്തിക്കുക. ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും വെറുതെ കൈവിട്ട് കളയേണ്ട ആയത്തുകളേ അല്ല, അത്രയും ചിന്തിക്കാനുള്ള ആയത്തുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടന്റ് കുറച്ചാക്കിയിട്ട് വെക്കുന്നത്. ഐ മീൻ ആയത്തുകളുടെ എണ്ണം കുറച്ചാക്കി വെക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇന്ന് 156-ാമത്തെ ആയത്ത്. അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബഹ് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ, അതായത് ആ ക്ഷമാശീലർ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമെന്നാണ് എന്നായിരിക്കും. വാക്കർത്ഥം നോക്കാം. അല്ലദീന യാതൊരുവർ, ഇദാ അസ്വാബത്ഹും അവരെ ബാധിച്ചാൽ, സ്വാദ് വാവ് ബ പുതിയ റൂട്ടാണ്. മുസീബത്തുൻ വല്ല ആപത്തും, ഇതും സെയിം റൂട്ട് തന്നെയാണ്. സ്വാദ് വാവ് ബ. ഇതിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് നമുക്ക് തഫ്സീറിൽ കാണാം. ഖാലു അവർ പറയും ഇന്ന നിശ്ചയമായും നമ്മൾ, ലില്ലാഹി അള്ളാഹുവിൻ്റെത്, വ ഇന്ന വീണ്ടും നിശ്ചയമായും നമ്മൾ, ഇലൈഹി അവങ്കിലേക്ക് തന്നെ, അവനിലേക്ക് തന്നെ, റാജിഊൻ മടങ്ങുന്നവർ. റാ ജീം ഐൻ. ഓക്കെ, തഫ്സീർ നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അല്ലെ, വബശ്ശിരി സ്വാബിരീൻ. അതിന്റെ മുമ്പും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. അപ്പം ആരാണ് ഈ സ്വാബിരീൻ അല്ലെ? ആരാണ് ശരിക്കും ക്ഷമയുള്ളവര്? എനിക്ക് ഭയങ്കര ക്ഷമയാണ് അല്ലെ, ഞാനത് അങ്ങേയറ്റം ക്ഷമയോട് കൂടിയാണ് ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ പറയുന്ന ആളുകളാണോ ക്ഷമയുള്ളവര്? ശരിക്കും ക്ഷമയുള്ളവര് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന യാതൊരുവർ, ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ അവരെ പ്രയാസങ്ങൾ, അവരിലേക്ക് എന്തെങ്കിലും ആപത്ത് അവരെ ബാധിച്ചാൽ, ഇദാ എന്ന് പറഞ്ഞാൽ റൈറ്റ് അറ്റ് ദ ടൈം, ആ നിമിഷം തന്നെ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്ന ആ നിമിഷം തന്നെ. വെൻ എന്താണ്, എന്ത് കാര്യമാണ്? അസ്വാബത്ഹും മുസീബത്തുൻ. അസ്വാബത്ഹും മുസീബത്തുൻ നാം പറഞ്ഞു രണ്ടും ഒരേ റൂട്ടാണ്. സ്വാദ് ബ വ. ഇസോബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിന്റെ മാർക്കിൽ എത്തുക എന്നുള്ളത്, അതായത് ഒരു ടാർജറ്റിൽ ഹിറ്റ് ചെയ്യുക. അപ്പൊ നമ്മളൊരു ഈ ആ ആരോ ഉണ്ടല്ലോ, അമ്പെടുത്തിട്ട് നമ്മൾ അതിങ്ങനെ
ജസ്റ്റ് അമ്പ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് കണ്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ പൊതുവെ അമ്പ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം വെച്ചിട്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യല്ലേ. ഇപ്പം ഈവൻ ഷൂട്ടിംഗ് ഒക്കെ പഠിക്കുന്ന, ഈ ഗണ്ണ് വെച്ച് ഷൂട്ടിംഗ് പഠിക്കുന്നവര് അറ്റ്ലീസ്റ്റ് പിക്ചേഴ്സിൽ ഡോക്യുമെന്ററീസിൽ കണ്ടിട്ടും ഒരു സ്ക്വയർ വരച്ചിട്ട് അതിന്റെ നടുവിൽ ഒരു വട്ടിട്ടിട്ട് കറക്റ്റ് അവിടെ ഷൂട്ട് ചെയ്ത് കൊള്ളിക്കുന്നത് അല്ലെ. ആരോ ആണെങ്കിലും കറക്റ്റ് അവിടെ ഷൂട്ട് ചെയ്ത് കൊള്ളിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് അതിന്റെ മാർക്കിൽ ആ ഒരു പോയിന്റിൽ എത്തുന്നതിനാണ് ഇസോബ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് എറിഞ്ഞു കൊള്ളിക്കണം എന്നിട്ട് കറക്റ്റ് അവിടെ എറിഞ്ഞു കൊള്ളിക്കുന്നതിനാണ് ഇസോബ എന്ന് പറയുന്നത്. മുസീബ എന്ന് പറയുന്നത് ആ എറിഞ്ഞു കൊള്ളിക്കുന്ന സാധനം എന്തുപയോഗിച്ചിട്ടാണോ നമ്മൾ അതിനെ കറക്റ്റ് പോയിന്റിൽ എറിഞ്ഞു കൊള്ളിക്കുന്നത്, അതാണ് മുസീബ. ഓക്കെ, ഇസ്വാബ എന്ന് പറഞ്ഞാൽ ആ എറിഞ്ഞു കൊള്ളിക്കുന്ന പ്രോസസ്സ്. മുസീബ എന്ന് പറഞ്ഞാൽ എന്ത് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ അതിനെ കറക്റ്റ് ആ പോയിന്റിലേക്ക് എത്തിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന സാധനമാണ് മുസീബ. നമ്മൾ മുസീബ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം പഠിച്ചു വെച്ചത്? ഒരു ഡിസാസ്റ്റർ അല്ലെ, ഒരു അപകടം, അല്ലെങ്കിൽ ഒരു ദുരിതം, ഒരു പ്രയാസം. മുസീബത്ത് വരാന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് അല്ലെ, ഒരു ദുരന്തം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മുസീബ എന്ന് പറയുന്നത്. എന്നാൽ ഈ വാക്കോ, മുസീബ എന്നുള്ള വാക്കിന്റെ വാക്കർത്ഥം എന്താണോ? എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹിറ്റ് ചെയ്യുന്ന സാധനം അല്ലെ, ഒരു അമ്പ് എടുത്തിട്ട് കറക്റ്റ് ഒരു പോയിന്റിലേക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹിറ്റ് ചെയ്യുന്ന ആ ആരോ അമ്പിനാണ് മുസീബ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മുസീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ഒരു ദുരിതം, എന്തെങ്കിലും ഒരു അപകടം, എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഹിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത് എറിഞ്ഞിട്ട് കൊള്ളിച്ചതാണ് അല്ലെ, കറക്റ്റ് നമ്മളായിരുന്നു അതിന്റെ ടാർജറ്റ്. അത് അല്ലാതെ പോണ വഴിക്ക് എങ്ങനെയോ നമ്മളടുത്ത് എത്തിയതൊന്നുമല്ല, കറക്റ്റ് നമ്മളടുത്തേക്ക് എറിഞ്ഞ സാധനം തന്നെയാണ്, നമ്മളായിരുന്നു അതിന്റെ ടാർജറ്റ്. സുബ്ഹാനല്ലാഹ്. അതൊന്ന് ശരിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു കാർ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അല്ലെ, നമ്മൾ വിചാരിക്കും സുബ്ഹാനല്ലാഹ്, എന്ത് ആലോചിച്ചിട്ടാണ് അയാൾ വണ്ടി ഓടിച്ചത്. അയാൾക്ക് ഇത്തിരി, അത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണെ നമ്മൾ പറയാ, അയാൾക്ക് ഇത്തിരി ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിച്ചിട്ടായിരുന്നല്ലോ, അയാൾ ഏത് സൈഡിലേക്ക് നോക്കിയിട്ടാ ഓടിച്ചത്, ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടതല്ലേ അല്ലെ. അങ്ങനെ എങ്ങനെയാ ക്രോസിംഗിൽ അയാൾ ക്രോസ് ചെയ്തിട്ട് വരിക, അയാൾക്ക് ശ്രദ്ധിച്ചൂടെ, അയാൾ ലെഫ്റ്റ് തിരിയുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ആണോ ഇട്ടത്, അങ്ങനെ പലതും നമ്മൾ പറയൂലേ. അതായത് അയാൾ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ നമ്മൾ പലതും പറയും. എന്നാൽ മുസീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പോയിന്റ് എഴുതി വട്ടിട്ട് വെച്ചിട്ട് ആ വട്ടത്തിലേക്ക് എറിഞ്ഞ് കൊള്ളിക്കുന്നതാണ് ഈ മുസീബ എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് നമുക്ക് വേണ്ടി വെച്ചത് തന്നെയാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. എന്ത് സംഭവിച്ചാലും അത് ഓരോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ആവുമായിരുന്നു. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഓരോ അങ്ങനെ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അങ്ങനെ കഴിച്ചിട്ടാണ് അല്ലെ. എന്നിപ്പം എന്തും നമുക്ക് എല്ലാവർക്കും അവനവന്റെ ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, ഓരോന്നൊന്നിനും നമ്മൾ അങ്ങനെയുള്ള കാരണങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും, അവരങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും, അത് നമ്മളെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വട്ടിട്ട് വെച്ചിട്ട് എറിഞ്ഞ അമ്പ് തന്നെയാണ്. അത് മാറിക്കൊള്ളുകയില്ല. സുബ്ഹാനല്ലാഹ്. അത് നമ്മളിലേക്ക് എത്തേണ്ടത് തന്നെയാണ്. അതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. മുഅ്ജം അൽ കബീറില് സ്വഹീഹാക്കിയ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. വഅലം അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിയക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിങ്ങൾ അറിയുക, വഅലം, നിങ്ങൾ അറിയുക, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ മിസ് ചെയ്യില്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള ഖദർ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ മിസ് ചെയ്യില്ല. അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് എത്തേണ്ട കാര്യവും ആയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അസ്വാബിരീൻ ആരാണ്? ഇദാ അസ്വാബത്ഹും മുസീബ അല്ലെ. ആ മുസീബത്ത് അസ്വാബ ചെയ്യുന്ന, അതായത് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രയാസം, ഒരു പ്രശ്നം, ഒരു ദുരിതം വരുന്ന സമയത്ത് അവരുടെ ഇൻസ്റ്റന്റ് റിയാക്ഷൻ എന്തായിരിക്കണം? എങ്ങനെ പറയുന്നവരാണ്? ഖാലു, അവർ പറയുന്നു. അവരെന്താ പറയാ? ഓ, വേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പറയുന്നവരാണോ? അല്ലല്ലേ. ആദ്യം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിശ്ചയമായും നമ്മൾ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും, ഓ, നമ്മളൊക്കെ ഇതിന്റെ സ്വന്തം ആൾക്കാരല്ലേ. നമ്മൾ കേൾക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ടോ പ്രയാസം? ഇല്ല, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്.
ഓക്കെ. അപ്പം ഷബന ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻട്രി ചെയ്ത് നോക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ഇന്നാലില്ലാഹിയുടെ ആൾക്കാർ തന്നെയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിട്ടുണ്ട് നമ്മളെ അടുത്തുള്ള അത്ര ഇന്നാലില്ലാഹിയുടെ സ്റ്റിക്കർ വേറെ ആരുടെ ഉണ്ടാവില്ല അല്ലേ. പക്ഷെ അത് ബാക്കിയുള്ളവരുടെ പ്രയാസങ്ങളിലാണെന്ന് മാത്രം. നമ്മളുടെ പ്രയാസത്തിൽ നമ്മൾ ആ ഇന്നാലില്ലാഹിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ മാറ്റം വരുത്തണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന നിശ്ചയമായും നാം, ലില്ലാഹി അള്ളാഹുവിനുള്ളതാണ്. ഇവിടുത്തെ ലാം എന്ന് പറയുന്നത് ലാം ഓഫ് മുൽക്കാണ്, പൊസഷനാണ്, ഓണർഷിപ്പാണ്. അള്ളാഹു നമ്മളെ ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ, അല്ലെ, അള്ളാഹുവിന്റെ സ്വത്താണ് നമ്മൾ. ഓക്കെ. അപ്പം നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്തൂടെ. എനിക്കൊരു പെന്നുണ്ട്, എനിക്ക് ആ പെന്നിനെ ഉപയോഗിക്കാം, അത് ആർക്കെങ്കിലും കൊടുക്കാം, അത് എന്നെ കബോർഡിൽ ഇട്ടിട്ട് പൂട്ടി വെച്ചിട്ട് പോവാം, അല്ലെ. ഇനി അത് ഞാൻ എഴുതുമ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടോപ്പ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആരോടും മറുപടി പറയാനില്ല, അല്ലെ. അത് ഞാൻ തുറന്നു വെച്ചു, അതിന്റെ ഇങ്ക് തീർന്നു, ആരും ചോദിക്കാനും പറയില്ല. ഇപ്പൊ ആരെയും ചോദിച്ചാൽ ഇത് എന്റെ പെന്നല്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ, അല്ലെ. പേനാന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ നമ്മളുടേതാണെങ്കിൽ നമുക്ക് അതിന്റെ മേലെ അധികാരമുണ്ട്, അല്ലെ. ഇവിടെ ലില്ലാഹി, നമ്മൾ അള്ളാഹുവിനുള്ളതാണ്, നമ്മൾ അള്ളാഹുവിന്റെ ഓണർഷിപ്പിലുള്ളതാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹുവിന്റെ ഓണർഷിപ്പിലുള്ളതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ്ക്ക് എന്തും ചെയ്യാം എന്റെ ജീവിതത്തിൽ. അള്ളാഹ്ക്ക് എന്നെ സന്തോഷിപ്പിക്കാം, അള്ളാഹുവിനെ എന്നെ കരയിപ്പിക്കാം, അള്ളാഹുവിനെ എന്നെ വിശപ്പിക്കാം, അള്ളാഹുവിനെ എന്നെ തൃപ്തിപ്പെടുത്താം, അള്ളാഹുവിനെ എനിക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ തരാം. അള്ളാഹ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയാം, അതേ പോലെ അള്ളാഹുവിന് എന്റെ ജീവിതത്തിൽ അതിനേക്കാൾ നല്ലത് എന്തെങ്കിലും തരാം, അല്ലെ. കാരണം ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ ഓണർഷിപ്പിലുള്ളതാണ്. ഇന്നാ ഇല്ലാഹി. അപ്പം ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട്? ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്, അല്ലെ. എന്താണ്? ഞാൻ സ്വീകരിക്കുകയാണ്. എന്ത്? ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ എന്തൊരു തീരുമാനവും എന്തൊരു ഖദറും എനിക്ക് ഓക്കെയാണ്, അല്ലെ. ഇന്നാലില്ലാഹി, എന്തും എനിക്ക് ഓക്കെയാണ്, ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാല്, നമ്മൾ കീഴൊതുങ്ങി കഴിഞ്ഞാല് അള്ളാഹ് തരുന്നത് എന്താ? നമുക്ക് തൃപ്തിയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതുപോലെ നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ തൃപ്തിയുള്ള ആളിൽ നിന്ന് കിട്ടുന്നതെല്ലാം തൃപ്തിയല്ലേ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മൾ കീഴൊതുങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് തൃപ്തിയാണ്, അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് തരും? തൃപ്തി, മനസ്സിന് തൃപ്തി വരും, സമാധാനം തരും. സുബ്ഹാനല്ലാഹ്. കാം ഡൗൺ ചെയ്യും. എത്ര നമ്മൾ ഒരുപക്ഷെ നമ്മൾ അലറി വിളിച്ചേക്കാവുന്ന സിറ്റുവേഷനിൽ പോലും നമ്മളെ വളരെ കാമായിട്ട് ഇരുത്താൻ പറ്റും. നമ്മൾ പൊട്ടി 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 കരയേണ്ട സിറ്റുവേഷനിൽ പോലും നമുക്ക് സമാധാനമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമ്മളിങ്ങനെ നാട്ടുകാരോട് മൊത്തം കംപ്ലൈന്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ, എല്ലാരെയും കുറ്റപ്പെടുത്തേണ്ട സിറ്റുവേഷനിൽ, നെഗറ്റീവ് പറയേണ്ട സിറ്റുവേഷനിൽ, സുബ്ഹാനല്ലാഹ്, ഇനി ആളുകളെ കുറിച്ച് അവരത് ചെയ്തിട്ടാ ഇവരത് ചെയ്തിട്ടാന്നുള്ള പരദൂഷണം പറയേണ്ട സിറ്റുവേഷനിൽ ഒക്കെ നമുക്ക് കാമാകാൻ പറ്റും. എങ്ങനെ? ഈ ഇന്നാലില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുൽ നിന്ന് വരുന്ന എന്ത് തീരുമാനവും എനിക്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അള്ളാഹു ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നുള്ളത്, അത് അവിടുന്ന് അങ്ങോട്ട് തട്ടിയിട്ടാണ് പുറത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ. അല്ലാതെ നമ്മളെ വിരലിൽ തട്ടി സ്റ്റിക്കറിലാണ് അത് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫീലിങ്സ് ഒന്നും ചിലപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേ അത് വരുള്ളൂ, നമ്മുടെ സ്വന്തം ജീവിതത്തിലല്ല അത് വരിക, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്നാലില്ലാഹി മാത്രമല്ല, അതിന്റെ തുടർച്ചയുണ്ട്. വ ഇന്നാ, നിശ്ചയമായി നാം, ഇലൈഹി, അവനിലേക്കാണ്, റാജിഊൻ, മടങ്ങുന്നവർ. റാജിഊൻ, റാജിന്റെ പ്ലൂറലാണ് റാജിഊൻ. റോ ജീം ഐൻ, റുജൂ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നർത്ഥം. ഓക്കെ. അപ്പൊ നമ്മള് അള്ളാഹുലേക്ക് മടങ്ങുന്നവരുമാണ്. നമ്മൾ മരിച്ചിട്ട് റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ്, റബ്ബിന്റെ ഹിസാബിനെ ഫേസ് ചെയ്യാനുള്ളവരാണ്, അല്ലെ. ആ ഹിസാബിനെ ബേസ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും, നമുക്ക് പ്രതിഫലം തരും, ചിലപ്പോൾ നമുക്ക് ശിക്ഷ തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളെ അതിനെ തൊട്ട്, അല്ലെ. അപ്പം അള്ളാഹ് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് എന്റെ ജീവിതം, എന്റെ ഭാവി, എന്റെ പരലോകം. വ ഇന്ന ഇലൈഹി റാജിഊൻ. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തുണ്ട്? പ്രതീക്ഷയുണ്ട്, അല്ലെ. എന്താണ്? അൽഹംദുലില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ഖദർ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്, അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ട്. അപ്പം ഈ ഇന്നാ ഇലൈഹി റാജിഊനില് നമ്മളുടെ പ്രതീക്ഷയുണ്ട്, അല്ലെ. പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്.
അള്ളാഹുവിന് എന്തും ചെയ്യാം അല്ലെ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെതാണ് നമ്മൾ ഇന്നാലില്ലാഹി, അത് ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖദർ ഞാൻ സ്വീകരിക്കുന്നു. അതേപോലെ ഞാൻ അള്ളാഹുവിലേക്ക് പോകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവന് എന്താണ്, അള്ളാഹുലേക്ക് മടങ്ങുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇതിനേക്കാൾ ബെറ്റർ ആയത് എനിക്ക് അവിടുന്ന് പ്രതിഫലമായിട്ട് തരാനുള്ള കഴിവുണ്ട്. ഇന്ന ഇലൈഹി റാജിഊൻ. ശരിക്കും ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇന്ന ഇലൈഹി റാജിഊൻ കോംപ്രഹെൻസീവ് ആണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനിൽ നമ്മുടെ ആക്സെപ്റ്റൻസ് ഉണ്ട്, നമ്മളെ സ്വീകാര്യത ഉണ്ട്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു റബ്ബിനെ, എന്റെ ഓണറായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. റബ്ബിന്റെ ഖദാ, റബ്ബിന്റെ തീരുമാനം, റബ്ബിന്റെ ഖദർ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അല്ലെ? പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ റിദാ ഉണ്ട്, നമ്മളുടെ തൃപ്തിയുണ്ട്, നമ്മളെ സന്തോഷമുണ്ട്, നമ്മളെ സബ്മിഷൻ, കീഴൊതുങ്ങലുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ. നമ്മളുടെ പ്രതീക്ഷയുണ്ട്, കാരണം അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും അല്ലെ? അള്ളാഹു നാളെ അവിടെ എനിക്ക് പ്രതിഫലം തരും. എന്തൊക്കെയാണ് ഈ ഒരൊറ്റ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനിലുള്ളത്? നമ്മൾ ജസ്റ്റ് ആരുടെങ്കിലും മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ വിരലുകൊണ്ട് തട്ടിവിടുന്ന ഈ ഒരു സ്റ്റിക്കർ, സുബ്ഹാനല്ലാഹ്, എന്ത് ഹെവിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരിത് എപ്പോഴാ പറയാ? അസ്വാബികീൻ, സ്വബ്ർ കാണിക്കുന്നവരെ, സ്വബ്റുള്ളവർ എപ്പോഴാ ഇത് പറയാ? ഇതാ അല്ലെ, റൈറ്റ് അറ്റ് ദ ടൈം. എപ്പോ മുസീബ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നോ അപ്പം പറയും. സുബ്ഹാനല്ലാഹ്, ഏറ്റവും ആദ്യത്തെ റിയാക്ഷൻ ആയിരിക്കണം എന്ത്? ഈ ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? നമ്മൾ സ്വബറിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, സ്വബർ ആദ്യമാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇൻസ്റ്റന്റ്ലി സബ്മിറ്റ് ചെയ്യുന്ന, അപ്പൊ തന്നെ അള്ളാഹുവിനെ കീഴൊതുങ്ങുന്ന, അപ്പൊ തന്നെ അള്ളാഹുവിന്റെ ഖദർ സ്വീകരിക്കുന്ന അല്ലെ? അപ്പൊ തന്നെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇത് പറയുന്നവനടുത്ത് അള്ളാഹു എന്താ പറയുന്നത്? ഓ ബശ്ശിരി സ്വാബിരീൻ, അവർക്ക് ശുഭവാർത്ത അറിയിക്കാൻ. എന്ത്? അള്ളാഹുവിങ്കില് നിങ്ങൾക്ക് ഇതാ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ ശുഭവാർത്ത. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്തരത്തില് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണങ്ങൾ ഹിറ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഖദറിനെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുന്ന, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തി അടയുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഈ ആയത്തിന്റെ ലെസൺസിലേക്ക് പോവാം. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അതായത് നമുക്കറിയാം, എല്ലാ അടിമകളും പരീക്ഷിക്കപ്പെടും. നമ്മൾ കഴിഞ്ഞ ഒരു ആയത്ത് വലനബ്ലുവന്നക്കും അല്ലെ, ആ ആയത്തിനകത്ത് എന്താ കണ്ടത്? എല്ലാവരും പരീക്ഷിക്കപ്പെടും, പല രീതിയിൽ പരീക്ഷിക്കപ്പെടും. ആ ആയത്തിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പറയാം. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകന്മാര്, നബിമാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടവരല്ലേ? ഏതൊരു ടൈപ്പ് ടെസ്റ്റ് ഉണ്ടെങ്കിലും അതിന് ഒരു ഉദാഹരണം നബിമാരിൽ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമുക്കുണ്ടെന്ന് പറയുന്ന ഏതൊരു പ്രയാസം ഉണ്ടെങ്കിലും അതിന്റെ പീക്ക് അവരനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ? ആരെങ്കിലും ശാരീരികമായ പ്രയാസത്തിന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ, വിഷമം ഉണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് അല്ലോ എന്റെ ആരോഗ്യം ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം അയ്യൂബ് അലൈഹിസ്സലാം 18 വർഷമാണ് അല്ലെ? 18 ദിവസമോ 18 മാസമോ 18 ആഴ്ചകളോ അല്ല, 18 വർഷമാണ് ശാരീരികമായിട്ട് അനുഭവിച്ചത്. ആരെങ്കിലും മക്കള് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, യാക്കൂബ് അലൈഹിസ്സലാം അല്ലെ, ഏറ്റവും പ്രിയപ്പെട്ട യൂസഫ് അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടു, കട്ടെടുത്ത് കൊണ്ടേതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അല്ലെ? മകനെ നഷ്ടപ്പെട്ടു, വർഷങ്ങൾക്ക് ശേഷം, വലുതായതിനു ശേഷമാണ് കാണുന്നത്. ആർക്കെങ്കിലും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിഷമം ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായിട്ടാണ് അല്ലെ, യതീമായിട്ടാണ് വളർന്നത്. ആരോടെങ്കിലും സ്വന്തം കുടുംബക്കാർ വളരെ മോശമായിട്ട് പെരുമാറുന്നു, കേട്, തെറ്റുകൾ എന്റെ സ്വന്തം കുടുംബക്കാർ എന്നോട് ചെയ്യുന്നു, എന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം സഹോദരന്മാരാണ് അദ്ദേഹത്തെ അല്ലെ വലിച്ചെറിഞ്ഞതും അവിടെ നിന്ന് എടുത്ത് അദ്ദേഹത്തിന് അടിമയായി വിൽക്കപ്പെട്ടതും. ഇനി ആരെങ്കിലും സെക്ഷലി അബ്യൂസ്, അതായത് ലൈംഗികമായിട്ട് ആർക്കെങ്കിലും പീഡനം അനുഭവിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, യൂസുഫ് അലൈഹിസ്സലാമിനെ അല്ലെ സെക്ഷൽ അബ്യൂസ് അവര് ഹറാം ചെയ്യാൻ വേണ്ടി യൂസഫ് അലൈഹി ഇസ്ലാമിനെ പ്രേരിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു, അദ്ദേഹം അതിൽ നിന്ന് മാറി നിന്നു, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങി. എന്നിട്ട് അദ്ദേഹം ജയിലിലേക്ക് അയക്കപ്പെടുകയാണ് അല്ലെ? നമ്മൾ പലപ്പോഴും പറയുന്നത്, ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്.
നമ്മൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാം എത്ര വർഷങ്ങളാണ് ഈ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി ആരുടെങ്കിലും പരാതി ഉണ്ട്, എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഹിദായത്തില്ല, അവർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല, എത്ര കാലമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ പറയുന്നു, ഏറ്റവും കൂടുതൽ വരുന്ന പരാതികൾ. കാരണം നമ്മളെ വിചാരം നമ്മൾ അങ്ങോട്ട് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളെ പോലെ ആയിരിക്കണം എന്നാ. നമ്മൾ പറയുന്നൊക്കെ ഇന്ന് പറയുന്നത് നാളെ അവരങ്ങോട്ട് സ്വീകരിക്കണം. ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഒരു കൗമിൽ നിന്ന് വരുന്ന ഏറ്റവും വലിയ പരാതി അതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു വിഷമം നമുക്ക് ഉണ്ടെങ്കിൽ നൂഹ് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ, സുബ്ഹാനല്ലാഹ്, ഹിദായത്ത്, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ഹിദായത്ത് കിട്ടാത്തതിന്റെ പേരിൽ അവരനുഭവിച്ചത്ര നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? കാരണം അവര് ചെയ്ത ദാവ എന്താണ്, നമ്മൾ ചെയ്യുന്ന ദാവ എന്താണ്, അല്ലെ? ഇനി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ചീത്തപ്പേരുണ്ടാകുന്ന പരാതി നമുക്കൊക്കെ എപ്പോഴും ഉള്ള പരാതികളാണ്, അല്ലെ? ഞാൻ എത്ര നല്ലത് ചെയ്തിട്ട് എനിക്ക് ഇതാണല്ലോ റബ്ബേ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം സ്വന്തം ആളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരെല്ലാവരും തന്നെ വലിയ വലിയ വേദനകൾ അനുഭവിച്ചവരാണ്, എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും അനുഭവിച്ചവരാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ എല്ലാ ടൈപ്പ് പരീക്ഷണങ്ങളും വല നബ്ലുവന്നക്കും പറഞ്ഞതില്ലേ, അൽ ഖൗഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ എടുത്തു നോക്കുമ്പോൾ മക്കയിൽ നമുക്കറിയാം അടുത്ത ദിവസം എന്താ സംഭവിക്കാന്ന് അറിയാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ 10-13 വർഷം, അല്ലെ? ഹിജ്റയുടെ മുമ്പുള്ള വർഷങ്ങളിൽ പോയത് എന്താ അവിടെ സംഭവിക്കാന്ന് അറിയാത്ത രീതിയിലുള്ള ഭയത്തിലാണ്. സുബ്ഹാനല്ലാഹ്. വൽ ജൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പ് അനുഭവിച്ചിട്ടില്ലേ? സുനൻ തിർമിദിയിലുള്ള റിപ്പോർട്ട്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, അവരുടെ വിശപ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതി പറഞ്ഞ് അവരുടെ ഇത് മേൽവസ്ത്രങ്ങൾ പൊക്കിയിട്ട് കല്ല് കെട്ടിയത് കാണിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം പൊക്കിയിട്ട് 2 കല്ല് കെട്ടിയതാ കാണിച്ചു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. വയറ്റില്. അപ്പൊ അൽ ഖൗഫ് വൽ ജൂ ഉണ്ടായിരുന്നു. വനഖ്സിം മിനൽ അംവാൽ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുള്ള കാലത്ത് മാഷാഅല്ലാഹ് നല്ലതായിരുന്നു. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ലേഡി ആയിരുന്നു, അല്ലെ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെ ആയിരുന്നു. പക്ഷെ മദീനയിലേക്ക് എത്തിയതിനു ശേഷം അവർക്കൊരു വിളക്ക് കത്തിക്കാനുള്ള ഓയിലിന് പോലും ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ ഓയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ കുടിക്കുമായിരുന്നു, അത്രക്ക് പ്രയാസങ്ങളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ വനഖ്സിം മിനൽ അംവാൽ വൽ അൻഫുസ്, ജീവനഷ്ടം, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺമക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വളരെ പ്രിയപ്പെട്ട സഹാബിമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോ തന്നെ അബൂ താലിബ്, ഹംസ റളിയല്ലാഹു അൻഹു, അല്ലെ? പിതൃ സഹോദരന്മാര്, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, വനഖ്സിം മിനൽ അൻഫുസ്, അതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ? വസ്സമറാത്ത്, അവരെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുടെ റിസൾട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാ രീതിയിലുള്ള പരീക്ഷണങ്ങളും അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എന്താ സത്യം? എല്ലാവരും പരീക്ഷിക്കപ്പെടും, എല്ലാ അർത്ഥത്തിലും ഒരു പക്ഷേ പരീക്ഷിക്കപ്പെട്ടേക്കാം. ചിലത് കുറച്ചും ചിലത് കൂടുതലും, അല്ലെ? ബിഷൈഇന്റെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ചിലത് മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും, അളവ് കുറവായിരിക്കും, കാലഘട്ടം കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും, കുറേ കാലം ഉണ്ടാവും, കുറേ കടുപ്പത്തിലുണ്ടാവും, ചിലപ്പോൾ 2-3 കോമ്പിനേഷൻ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? റബ്ബിന് നമ്മൾ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? എന്ത് തെറ്റ് ചെയ്തിട്ടാ, അല്ലെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ശിക്ഷിക്കുന്നത്? പലരും ചോദിക്കാറുണ്ട് വർത്താനത്തിൽ, ഒരു ഒഴുക്കിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയാ, പലപ്പോഴും നമ്മളെ വിഷമങ്ങൾ പറയുമ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആയിരിക്കും സംസാരമൊക്കെ, ഡയലോഗുകളൊക്കെ. അപ്പൊ ഒഴുക്കിൽ നമ്മൾ ചോദിക്കും, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് റബ്ബേ അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെ? സത്യം എന്താന്ന് വെച്ചാല് ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രൂട്ട്, അതിന്റെ ഒരു റിസൾട്ട് ജന്ന കിട്ടുമെന്ന് വിചാരിക്കുന്നത് വെറുതെ ശുദ്ധ വിഡ്ഢിത്ത. നമുക്ക് അവിടെ ചെന്നിട്ട് പ്രതിഫലം വേണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കണ്ടേ? എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ, ഇപ്പൊ നമ്മളൊരു സ്പോർട്സ് ഫീൽഡിലേക്ക് നോക്കാല്ലേ, ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു ചാട്ടക്കാരൻ, ക്രിക്കറ്റോ അതുപോലെയുള്ള എന്തെങ്കിലും ഗെയിമുകൾ, അതിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താലേ? ഒരു വെയിലത്ത് രാവെന്നോ പകലെന്നോ എന്നില്ല, വെയിലെന്നോ മഴയെന്നോ എന്നില്ല, അവരങ്ങ് അധ്വാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അവർക്ക് കിട്ടാനുള്ള ആ ഒരു റിവാർഡ് ഉണ്ടല്ലോ, അല്ലെ? ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മെഡൽ നേടിക്കഴിഞ്ഞാൽ കോടികളാണ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ അവര് വീഴും, അവരുടെ കാലിന്റെ എല്ലൊടിയും കൈയിന്റെ എല്ലൊടിയും അതൊക്കെ അറിയാം അവർക്ക്, എന്നാലും അവര് അധ്വാനിക്കും. നമുക്കറിയാം, നോ പെയിൻ നോ ഗെയിൻ, അല്ലെ? വേദനയില്ലാതെ ഒരു നേട്ടവും ഇല്ല. വളരെ സത്യമാണ്. അപ്പം നമുക്ക്
ദുനിയാവില് നമുക്കിത് അറിയാം, ഈ റിയാലിറ്റിയിൽ എന്തൊരു കാര്യം നേടണമെങ്കിലും അതിന് നല്ലപോലെ അധ്വാനിക്കണം, നല്ലപോലെ പ്രയാസങ്ങളെ ഫേസ് ചെയ്യണം, പ്രയാസങ്ങളെ തരണം ചെയ്യണം. അപ്പൊ പരലോകത്ത് നമുക്ക് വെറുതെ അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ടോ? അള്ളാഹ്ക്ക് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നും അല്ല, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയത് കൊണ്ടും ആയിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷെ അതും ആകാം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരാൻ ഒരു അവസരം തരുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ അള്ളാഹുവിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇന്നാലില്ലാഹി, നമ്മൾ അള്ളാഹു ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് നമ്മളെ ജീവിതത്തിൽ എന്ത് ഖദർ കൊണ്ടുവരാനും തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി, പവർ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റവും ബെസ്റ്റ് പ്രതിഫലത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അല്ലെ. അള്ളാഹു അങ്ങേയറ്റം ഔദാര്യവാനാണ്. നമുക്ക് പ്രയാസങ്ങൾ തന്നിട്ട് നമ്മൾ അതിൽ ക്ഷമിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും, ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് റബ്ബ് അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് യൗമുൽ ഖിയാമയില് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവര് പെട്ടെന്ന് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് കാണാം. അവരുടെ ഹിസാബുകൾ പെട്ടെന്ന് നടക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാത്ത പ്രയാസങ്ങൾ ഇല്ലാത്ത ആളുകള് അപ്പൊ ആഗ്രഹിക്കും പോലും, അള്ളാഹുവേ എനിക്ക് കുറച്ചും കൂടെ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജന്നത്തിൽ വേഗം കയറി പോവായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവില് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ജീവിക്കുന്നവര് ഇൻഷാ അള്ളാഹ് അവർക്ക് ഈവൻ ഖബറിലെ ജീവിതം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസി ആക്കി കൊടുക്കും, പെട്ടെന്നാക്കി കൊടുക്കും. യൗമുൽ ഖിയാമയിലെ വിചാരണ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അവരുടെ അവസ്ഥ മറ്റുള്ളവർക്കാളും ഒരുപാട് ബെറ്റർ ആയിരിക്കും. ജന്നത്തിൽ അവരുടെ സ്ഥാനം ഒരുപാട് ഉയരെയായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കേ. അൽഹംദുലില്ലാഹ്. ഇത്രയൊക്കെ ഓഫർ തന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക് തകർന്നു പോവാല്ലേ, പരാതി പറയാം നമ്മൾ. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ഒരു ലെസൺ എന്ന് പറയുന്നത്, ഒരു പ്രയാസം വരുമ്പം പല ആളുകൾ പല രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. രണ്ട് തരത്തിൽ നമുക്ക് എടുത്തു പറയാം. ഒന്ന്, വളരെയധികം ക്ഷമയോടുകൂടി അസ്വാബിർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. വേറെ ചിലര് ആകെ അപ്സെറ്റായി ദേഷ്യപ്പെട്ട് വെറുത്തിട്ട് അതിനോട് പ്രതികരിക്കുന്ന ആൾക്കാർ. ആദ്യം പറഞ്ഞ കൂട്ടുകാര് അസ്വാബിർ ആയിട്ടുള്ള ആൾക്കാർ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ സ്വീകരിച്ച് അള്ളാഹുവിൽ കീഴൊതുങ്ങി അള്ളാഹുവിന്റെ സഹായം നേടി അല്ലെ. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, ക്ഷമയും നമസ്കാരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം തേടും അവര്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ തൃപ്തനായി മാറും. സുബ്ഹാനല്ലാഹ്. എന്നാ വെറുത്തവര് അല്ലെ, അള്ളാഹു കൊടുത്ത ഏതൊരു ഖദറും ഏതൊരു കുഞ്ഞു കുഞ്ഞു കാര്യമാണെങ്കിലും വലിയ വലിയ കാര്യമാണെങ്കിലും ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുക അതേ വെറുപ്പും അതേ ദേഷ്യവും തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് തുർമുദിയിൽ വന്ന ഒരു ഹദീസ് ഉണ്ട്. പരീക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കുന്നതാണ്. നിശ്ചയം അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷണത്തിന് വിധേയരാക്കുന്നതാണ്. അപ്പോൾ ആരാണോ അത് തൃപ്തിപ്പെടുന്നത് അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. ഫമൻ റദിയ ഫലഹു റിദാ, ആര് കോപിക്കുന്നുവോ, വമൻ സഹിതോ, അവർക്ക് അവന്റെ കോപമുണ്ട്. ഫലഹു സഹത്. അപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വരുമ്പം അതിൽ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാന്റെ തൃപ്തിയുണ്ട്. അതിനേക്കാളും വലുത് നമുക്ക് എന്ത് വേണം അല്ലെ. അതേസമയം നമ്മൾ അതിനെ ദേഷ്യത്തോടു കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ, വെറുപ്പോടു കൂടി പ്രതികരിച്ചു കഴിഞ്ഞാൽ, കംപ്ലൈന്റ് ചെയ്ത് കുറ്റപ്പെടുത്തി അള്ളാഹുവിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ കോപമുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങൾ വരുമ്പം ആളുകൾ പല രീതിയിൽ പ്രതികരിക്കുന്നവരാണ് അല്ലെ. അതിൽ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സബ്ർ. സബ്ർ എന്ന് പറയുമ്പം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പം ക്ഷമ കാണിക്കല് വാജിബാണ്, നിർബന്ധാണ് ക്ഷമ കാണിക്കല്. സബ്ർ ഒരു ഓപ്ഷനേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുമ്പം, അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം ക്ഷമ കാണിക്കല് അല്ലെങ്കിൽ അക്ഷമരാവാന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. കാരണം ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇത്
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നത് കണ്ടിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഓ നബിയെ, താങ്കളും കരയാണോ? അപ്പം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി ഉണ്ട്, ഇത് കാരുണ്യാണ്, അല്ലെ? എന്നിട്ട് അദ്ദേഹം വീണ്ടും കരഞ്ഞിട്ട് പറയും, എന്റെ കണ്ണുനീര് പൊഴിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് വേദനയുണ്ട്, പക്ഷേ എന്റെ റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു വാക്കുപോലും ഞാൻ പറയൂല. എന്നിട്ട് മകനെ നോക്കിയിട്ട്, ഇബ്രാഹിം, നിന്റെ സെപ്പറേഷൻ ശരിക്കും എനിക്ക് നല്ല വിഷമം തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് വിചാരിച്ചത് കരയാൻ പാടില്ല എന്നായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരയും, വിഷമം ഉണ്ടാവും, അല്ലെ? എനിക്ക് വിഷമം ഉണ്ടാവും, എനിക്ക് വേദനയുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയില്ല. എന്റെ വാക്കുകളിലൂടെ, എന്റെ റിയാക്ഷനിലൂടെ, എന്റെ പെരുമാറ്റത്തിലൂടെ ഞാൻ അള്ളാഹുവിനെ കോപപ്പെടുത്തൂല. സബർ നിർബന്ധാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇദ്ദത്ത് അസ്വാബിരീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് ഒരാളുടെ നാവിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് കംപ്ലൈന്റ് ചെയ്യുന്നതിൽ നിന്ന് കൺട്രോൾ ചെയ്യലാണ്. അതായത് നമുക്ക് കംപ്ലൈന്റ്സ് ഉണ്ടാവും, നമുക്ക് വിഷമം വരും, പക്ഷെ അള്ളാഹു അല്ലാത്തവരിലേക്ക് അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നതിൽ നിന്ന് അവന്റെ നാവിനെ കൺട്രോൾ ചെയ്യലാണ്. അവന്റെ ഹൃദയത്തെ വെറുപ്പിൽ നിന്ന് കൺട്രോൾ ചെയ്യലാണ്. അതുപോലെ അവന്റെ അവയവങ്ങളെ, അതായത് അവനെ നെഞ്ചത്തടിക്കുക, അല്ലെ, മാന്തുക, വസ്ത്രം വലിച്ചു പൊട്ടിക്കുക, അതുപോലെയുള്ള കുറെ റിയാക്ഷൻസ് വരുമല്ലോ, അതിൽ നിന്ന് കൺട്രോൾ ചെയ്യലാണ് ക്ഷമ. സുബ്ഹാനല്ലാഹ്. അപ്പം ക്ഷമിക്കുക എന്ന് പറയുമ്പം നമുക്കുള്ളിൽ വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നല്ല. വിഷമം ഉണ്ടാവാം, പക്ഷെ ആ വിഷമത്തിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളെ കൺട്രോൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയില്ലാത്ത ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് ഉച്ചരിക്കാതിരിക്കുക. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അല്ലാതെ അതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക. ഹൃദയത്തില് അതിനോട്, അള്ളാഹുവിനോട് വെറുപ്പില്ലാതിരിക്കുക. വിഷമം വരും, പക്ഷെ അള്ളാഹുവിനോട് വെറുപ്പില്ലാതിരിക്കുക. അതുപോലെ അതിന്റെ പ്രതികരണങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടാവും, അല്ലെ? നെഞ്ചത്തടി, പിന്നെ ചിലർ എറിഞ്ഞു പൊട്ടിക്കുന്നവരുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, അതുപോലെയുള്ള പല പ്രതികരണങ്ങൾ, വസ്ത്രം വലിച്ചു കീറുന്നവരുണ്ട്, അല്ലെ, തല അടിച്ചു പൊട്ടിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിൽ പ്രതികരിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പം ഇതാണ് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു രീതിയിലുള്ള പ്രതികരണം. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് റിദോയുടെ രീതിയിലുള്ള പ്രതികരണം. അതായത് തൃപ്തരാവുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറില് തൃപ്തി കാണിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്റെ ജീവിതത്തിൽ എന്ത് കൊണ്ടെന്നോ, എന്ത് പ്രയാസം കൊണ്ടെന്നോ അതില് തൃപ്തി കാണിക്കുക. ഇത് സുന്നത്താണ്. അതായത് സബറിന്റെ കാര്യത്തില് അത് വാജിബാണ്, നിർബന്ധമാണ്. പക്ഷെ റിദോയുടെ കാര്യത്തിൽ അത് സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. എങ്ങനെയാണ് തൃപ്തി കാണിക്കല്? നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്. റിദ ഉണ്ടാവുക, ഒരാൾ റബി ആയിരിക്കുക എന്ന് പറയുന്നത്, അള്ളാഹു എന്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാലും അൽഹംദുലില്ലാഹ് ഞാൻ ഓക്കെയാണ്, അള്ളാഹുവിന്റെ ഖദറല്ലേ, അതിൽ ഞാൻ ഓക്കെയാണ്. ഇത് സബറിന്റെ അടുത്ത ലെവലാണ്. സബറിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ നെഗറ്റീവായിട്ടൊന്നും റിയാക്ട് ചെയ്യൂല, നെഗറ്റീവായിട്ടൊന്നും പറയൂല, അതിനെക്കുറിച്ച് അള്ളാഹുവിനോടല്ലാതെ കംപ്ലൈന്റ് ചെയ്യൂല. സ്വയം കൺട്രോൾ ചെയ്യലാണ്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ്. നാവിനെ കൺട്രോൾ ചെയ്യാൻ, അവയവങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ഹൃദയങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലാണ് സബർ. റിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ലെവൽ. അൽഹംദുലില്ലാഹ്, അള്ളാഹ് എനിക്ക് വേണ്ടിയിട്ട് തന്ന ഖദറല്ലേ, ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം ഫസ്റ്റ് സബർ അത് വാജിബാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ സബർ വാജിബാണ്. 2 റിദ അത് സുന്നത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. അദ്ദേഹം തൃപ്തനാവുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏതൊരു തീരുമാനത്തിനോടും അദ്ദേഹം തൃപ്തരാണ്. സുബ്ഹാനല്ലാഹ്. ചിലരിപ്പം നമ്മളിപ്പോ ആദ്യം പറഞ്ഞ പോലെ അവര് ഓക്കെയാണ്, എന്നാലും അവർക്ക് കരച്ചിൽ വരും, സങ്കടം വരും, എന്നാലും അവര് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവര് സ്വാബിരി, ക്ഷമയുള്ളവർ. അവർക്ക് പ്രയാസമാണ്, എന്നാ പോലും അവര് അതിനു വേണ്ടി ശ്രമിക്കും. എന്നാ അടുത്ത ലെവലുള്ള ആളുകൾ അവർ ഓക്കെ ആണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ ഖദറല്ലേ, അത് റിദ ഉള്ളവര്.
അപ്പം നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞു ക്ഷമ എന്ന് പറയുമ്പോൾ അത് ഞാൻ വീണ്ടും 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 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോഴും പലപ്പോഴും ക്ഷമയുടെ ഡെഫിനേഷൻ അറിയാത്ത ആളുകളാണ് നമ്മൾ, അല്ലേ? അപ്പം ക്ഷമ എന്ന് പറയുന്നത് അവന്റെ വിഷമങ്ങൾ വരും, ഇമോഷൻസ് വരും, അതിനെ കൺട്രോൾ ചെയ്യുക, നാവിനെ കൺട്രോൾ ചെയ്യുക. അത് അത് കാരണം പാനിക് സ്വഭാവങ്ങളൊന്നും കാണിക്കാതിരിക്കുക, അതായത് എന്തൊക്കെയോ ചെയ്ത് കളയുന്ന രീതികൾ ഉണ്ടായിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറിനെ എതിർക്കാതിരിക്കുക, അത് കംപ്ലൈന്റ് അള്ളാഹുവിനോടല്ലാതെ പറയാതിരിക്കുക. ഓക്കെ, അത് ക്ഷമയാണ്, അത് സ്വബറാണ്. ഇനി റിദ എന്ന് പറയുന്നത് അവന് ആ പറഞ്ഞ ആങ്സൈറ്റിയും ഇല്ല, ആ പറഞ്ഞ വിഷമവും ഇല്ല. കാരണം അവനറിയാം എന്ത്, അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് നല്ലതല്ലാത്തതൊന്നും തരൂല. അള്ളാഹ് എനിക്ക് എന്ത് തെരഞ്ഞെടുത്തോ അതിലെനിക്ക് തൃപ്തിയാണ്. അള്ളാഹു എനിക്ക് എന്ത് തന്നോ അതിലെനിക്ക് തൃപ്തിയാണ്. അതിനി എത്ര വലുതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും അതെനിക്ക് തൃപ്തിയാണ്. ഇനി മൂന്നാമത്തെ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ട്, അതാണ് ശുക്ർ, നന്ദിയുള്ള പ്രതികരണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. റിള എന്ന് പറഞ്ഞാൽ തൃപ്തിയാണ്, അതിന്റെ മേലെ എന്താണ് ശുക്ർ. അള്ളാഹ് എനിക്ക് അയച്ചതിന്റെ കാര്യത്തില് അൽഹംദുലില്ലാഹ് ഭയങ്കര ഹാപ്പിയാണ്. അള്ളാഹുവിന് അതിന് നന്ദി കാണിക്കുക. അള്ളാഹ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. അതെങ്ങനെയാ അത് പറ്റുക? അൽഹംദുലില്ലാഹ് അള്ളാഹ് നീ എന്നെ പരീക്ഷിച്ചല്ലോ. ചിലർക്ക് അതും ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം അള്ളാഹിന്റെ അടുത്ത് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്ന ചോദിക്കണം എന്നല്ല കേട്ടോ, അത് ചോദിക്കാൻ പാടില്ല. അള്ളാഹ് എന്നെ പരീക്ഷിക്കണേ, അള്ളാഹ് എനിക്ക് കുറച്ച് പരീക്ഷണങ്ങൾ തരണേ നമ്മൾ ചോദിക്കാനേ പാടില്ല. നമ്മൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണങ്ങളിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സംരക്ഷണം തേടുന്നവരായിരിക്കണം. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണം നമുക്ക് ചോദിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും നമ്മൾ അതിൽ നിന്ന് സംരക്ഷണം തേടുന്നവരായിരിക്കണം. കാരണം ചില സമയത്ത് ചില പരീക്ഷണങ്ങൾ നമ്മുടെ ഈമാൻ പോലും ഇല്ലാതാക്കി കളഞ്ഞേക്കാം, നമുക്കറിയില്ല, അല്ലെ? അപ്പൊ അള്ളാഹുവെ നീ പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന നമ്മൾ ചോദിക്കണം. അപ്പൊ ഈ പറഞ്ഞ നന്ദിയുള്ള കാറ്റഗറി എന്ന് പറയുന്ന പരീക്ഷണം ചോദിച്ചു വാങ്ങുന്നവരല്ല, പക്ഷെ പരീക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതില് നന്ദി കാണിക്കുന്നവരാണ്. അവരെങ്ങനെയാണ് അതിന് നന്ദി കാണിക്കുന്നത്, എന്തായിരിക്കും അവർ നന്ദി കാണിക്കുന്നതിനുള്ള റീസൺസ്? 2-3 റീസൺസ് പറയുന്നുണ്ട്. ഒന്ന്, അവരേറ്റവും ആദ്യം ചിന്തിക്കും, സുബ്ഹാനല്ലാഹ് ഇത് ഇത്രയല്ലേ വന്നുള്ളൂ, അല്ലെ? ഒരു പക്ഷെ ഇതിനേക്കാൾ മേലെ പോയേക്കാമായിരുന്നു. ഒരു ആക്സിഡന്റ് പറ്റുകയാണ്, ആക്സിഡന്റിൽ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു, അല്ലാഹു കാക്കട്ടെ, ആമീൻ. ചിലപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം, ചിലപ്പോൾ എന്റെ ഫുൾ കുടുംബവും മരിച്ചു പോയേക്കാം, പക്ഷെ അള്ളാഹു എന്നെ കാത്തല്ലോ, അള്ളാഹു നമ്മളെ കാത്തല്ലോ, അല്ലെ? അപ്പൊ പലപ്പോഴും നമ്മൾ കുഞ്ഞു കുഞ്ഞു പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും വലുതെന്തോ വരാതിരുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പം ആ ചിന്ത കാരണം തന്ന പരീക്ഷണത്തിന് നന്ദി പറയാം, അൽഹംദുലില്ലാഹ് ഇതിനേക്കാൾ മോശമുള്ളത് വന്നില്ലല്ലോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞല്ലോ, അതിന് നന്ദി പറയാം. അപ്പം ഒരു റീസൺ അതാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷണം വന്നത് കാരണമുണ്ടായ റിസൾട്ട്, ആ പരീക്ഷണത്തിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്ന, റിഫ്ലക്ട് ചെയ്യുന്ന ആളുകള്, തദബ്ബുർ ചെയ്യുന്ന ആളുകള്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഈ പരീക്ഷണം വന്നത് കൊണ്ടാണ് ഞാൻ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, അൽഹംദുലില്ലാഹ് ഈ പരീക്ഷണം വന്നത് കൊണ്ടാണ് ഞാൻ റബ്ബിലേക്ക് മടങ്ങിയത്, റബ്ബിലേക്ക് കീഴൊതുങ്ങിയത്, റബ്ബിന്റെ പാതയിൽ മുന്നേറാൻ തീരുമാനിച്ചത്, റബ്ബിന് വേണ്ടി കൂടുതൽ മെച്ചപ്പെടാൻ തീരുമാനിച്ചത്, എന്റെ ജീവിതത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കിയത് ഈ പരീക്ഷണം വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലെ? അപ്പൊ പരീക്ഷണം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നന്ദി കാണിക്കുക. അത് അതിന്റെ വേറൊരു റീസൺ ആണ്. അതായത് നമ്മൾ പറഞ്ഞ ഒരു പ്രയാസം വരുമ്പം ആദ്യത്തെ ലെവല് സ്വബറാണ്, അത് നിർബന്ധമാണ്. രണ്ടാമത്തെ ലെവല് റിളാ ആണ്, തൃപ്തിയാണ്, അത് സുന്നത്താണ്. ഇനിയൊരു ലെവലുണ്ട്, പരീക്ഷണത്തിന് നന്ദി കാണിക്കുന്നവരായി മാറാന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഈ പരീക്ഷണം റബ്ബ് തന്നത് കൊണ്ടാണ്. അതായത് അതിന് 3 റീസൺസാ പറഞ്ഞത്. നന്ദി കാണിക്കാൻ പറ്റുന്ന ആളുകൾക്ക് 3 കാരണങ്ങളാ പറഞ്ഞത്. ഒന്ന്, ഇതല്ലേ വന്നുള്ളൂ, ഇതിനേക്കാൾ വലുതെന്ന് അള്ളാഹു എന്നെ രക്ഷിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. 2, ഇത് വന്നത് കൊണ്ടാണ് ഞാൻ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങിയത്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ, ഈ പരീക്ഷണം ഇല്ലാതെ ഞാൻ സുഖത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടായിരുന്നില്ല, ഞാൻ വഴിതെറ്റി പോവായിരുന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹ് ഇത് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ അള്ളാഹുവിന്റെ ഈ അടിമയായിട്ട് ഈ ഒരു ലെവലിലെങ്കിലും ഞാൻ ഉണ്ടാവില്ലായിരുന്നു, അല്ലെ? അതേപോലെ ഈ ഒരു പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോഴും അള്ളാഹു ഇഹലോകത്ത് തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പലതും എനിക്ക് തന്നിട്ടുണ്ടെന്ന് ചിന്തിക്കുന്നവര്. കാരണം നമ്മൾ ഏത് പരീക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അള്ളാഹു തടഞ്ഞതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നവരാണെങ്കിൽ
അള്ളാഹു തടഞ്ഞു വെച്ചതിനേക്കാൾ നമുക്ക് തന്ന സാഹചര്യത്തിൽ നമ്മൾ നന്ദിയുള്ളവരാകുമ്പം അള്ളാഹു ആ സാഹചര്യം വളരെ ബെറ്റർ ആക്കി തന്നിട്ടുണ്ടാവും, ചിന്തിക്കുന്നവരാണെങ്കിൽ. അപ്പം നന്ദിയുള്ളവരാവാനുള്ള രണ്ടാമത്തെ റീസൺ അതാണ്. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഇതിന് അള്ളാഹ് അവിടെ കണക്കില്ലാത്തത് തരുമല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹ് ഈ പരീക്ഷണം എനിക്ക് തന്നല്ലോ അല്ലെ, അള്ളാഹ് എനിക്ക് പ്രതിഫലം തരും. അപ്പം ഈ ഫീലിംഗ് നമ്മളിൽ നന്ദി ഉണ്ടാക്കും. അൽഹംദുലില്ലാ, അള്ളാഹ് എന്നെ പരീക്ഷിച്ചു, അള്ളാഹ് ഈ പരീക്ഷണത്തിലൂടെ എനിക്ക് ഒരുപാട് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ലെവലുകളാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ഒരു സ്ത്രീ ഭയങ്കര ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തരത്തിലുള്ള അക്ഷമയും കാണിക്കാതെ, ഒരു വിഷമവും കാണിക്കാതെ വളരെ ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടപ്പം ആരോ ഇങ്ങനെ ചോദിക്കണ്ടേ, നിങ്ങൾക്ക് എന്താ നിങ്ങളെ ഹൃദയം എന്താ കല്ലാണോ, എന്താണ് ഇങ്ങനെയാണ്, അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കൂളായിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? അവര് പറഞ്ഞു, ഈ ഒരു ഇത് ക്ഷമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സഹിക്കുന്നതിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തിന്റെ സ്വീറ്റ്നെസ്, അതിന്റെ മാധുര്യം ഈ ഒരു പ്രയാസത്തിന്റെ കയ്പിനെ എന്നെ മറപ്പിച്ച് കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതായത് അവിടെ നമുക്ക് കിട്ടാനുള്ളത് ആലോചിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു പ്രയാസത്തിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല, അത്രയും വലുതല്ല എനിക്ക് അവിടെ കിട്ടാനുള്ളത്. ഞാൻ ആ വേദന മറന്നുപോയി. അപ്പൊ നമ്മള് ജന്നത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതൊക്കെ എന്താ സില്ലിയാണല്ലേ. ഖുർആനിൽ തന്നെ മക്കിയായ എല്ലാ സൂറത്തുകളും എടുത്ത് നോക്കുമ്പോഴും, അതായത് ഹിജ്റയ്ക്ക് മുമ്പുള്ള സൂറത്തുകൾ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം സഹാബാക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിരുന്നു, ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നു പോയിരുന്നു അല്ലെ. പല കഥകളും ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ചത്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം പീഡിപ്പിച്ചിട്ടാണ് അല്ലെ. ചുട്ടുപൊള്ളുന്ന മണലിന്റെ മേലെ വലിച്ചിഴക്കുക, ഹെവി ആയിട്ടുള്ള കല്ലുകൾ, കഷ്ണങ്ങൾ നെഞ്ചത്ത് നേരെ എടുത്ത് വെക്കുക, അതുപോലെ ഏതൊക്കെ അറ്റത്തെ വരെ പീഡനം ഉണ്ടോ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു അടിമ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ അവൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം എന്ത് തരത്തിലുള്ള പീഡനമായിരിക്കും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക. അപ്പം ആളുകളെ പല രീതിയിൽ സൈക്കോളജിക്കൽ പോലും ഇഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു, മാനസികമായിട്ട് ഭ്രാന്ത് പോലും വരുത്തുന്ന രീതിയിലുള്ള പീഡനങ്ങളായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തുകള് അല്ലെ, മക്കിയായിട്ടുള്ള സൂറത്തുകള് എല്ലാം ജന്നത്തിനെ കുറിച്ച് പറയുന്ന, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ഭംഗിയെ കുറിച്ച്. സൂറത്തുർ റഹ്മാൻ മക്കിയായ സൂറത്തായിരുന്നു, സ്വർഗത്തിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്ന. സൂറത്തുൽ ഖമർ 30-ാം ജുസയിലുള്ള മിക്ക സൂറത്തുകളും ജന്ന എന്ന് പറയുന്ന സ്വർഗത്തിനെ കുറിച്ച് അത്ര ഭംഗിയായിട്ട് വിശദീകരിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. സ്വർഗത്തിലെ വസ്ത്രങ്ങൾ മുതൽ, ഫ്രൂട്ട്സ് മുതൽ, മരങ്ങൾ മുതൽ, തണലുകൾ മുതൽ, വീടുകൾ, കപ്പുകൾ, കുടിക്കാനുള്ള സാധനങ്ങൾ, സുബ്ഹാനല്ലാഹ്, എല്ലാം സൂറത്ത് ഇൻസാനിൽ മുഴുവൻ സ്വർഗത്തിനെ കുറിച്ചുള്ള വിശദീകരണമാണ് അല്ലെ. കാരണം പ്രയാസങ്ങളുള്ള സമയത്ത് നമുക്ക് ആ പ്രയാസത്തിന്റെ വേദന മറക്കാൻ എപ്പോഴാ പറ്റുക? അതിനെക്കുറിച്ച് പ്രതീക്ഷ ഉണ്ടാവുമ്പോ അല്ലെ, അതിലെ പ്രതിഫലത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആ സമയത്ത് ഇറക്കിയ മക്കിയായ എല്ലാ സൂറത്തുകളിലും പ്രതീക്ഷകളായിരുന്നു, സ്വർഗത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ. അപ്പം അവർക്ക് നന്ദിയുള്ളവരാകാനും പറ്റും, ആ പ്രയാസങ്ങളെ എളുപ്പത്തിൽ എടുക്കാനും പറ്റും. കാരണം ഇതിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടല്ലോ അല്ലെ, പ്രതിഫലത്തിനെ കുറിച്ച്. ഈവൻ നമ്മൾ ദുനിയാവിയായിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്താ, നമുക്ക് കിട്ടാനുള്ള ആ ഒരു റിസൾട്ടിന്റെ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ, ആ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. അതാണ് നമുക്ക് മോട്ടിവേഷൻ തരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോർട്സ്മാൻ എക്സാമ്പിൾ അല്ലെ, ഓട്ടക്കാരനാണെങ്കിലും ചാട്ടക്കാരനാണെങ്കിലും അവന് കിട്ടാനുള്ള മെഡലും അതിന്റെ പിന്നാലെ കിട്ടുന്ന അല്ലെ അപ്രിസിയേഷൻസും പേരും പ്രശസ്തിയും പണവും ഒക്കെയാണ് അവനെ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി രാവും പകലും ഇല്ലാണ്ട്, വെയിലും മഴയില്ലാണ്ട് അവനെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള, നമുക്കിപ്പം ഒരു ഗസ്റ്റ് വരുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നോക്കാം, നല്ല ഹാർഡ് വർക്ക് അല്ലെ. നമ്മുടെ സാധാരണ ദിവസത്തിനെ അപേക്ഷിച്ച് ആ ദിവസത്തിന് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ തന്നെയാണ്. പക്ഷെ നമ്മൾ അന്ന് എത്ര എഫേർട്ട് ഇട്ടിട്ടും അത് ചെയ്യും. കാരണം അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പോഴൊക്കെയുള്ള ഇമാജിനേഷൻ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ട് അല്ലെ, അവരത് കഴിച്ചിട്ട് ഇത് നല്ലതാണ്,
അല്ലെ? അത് ആ കോംപ്ലിമെന്റ് ഒക്കെ നമ്മൾ മനസ്സിൽ കാണും. ഇത് കഴിച്ചു നോക്കിയിട്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിൽ പിക്ചറൈസ് ചെയ്യുന്നവർ തന്നെയാണ്. അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ കൈ ഒന്ന് പൊള്ളിയാൽ പോലും, അല്ലെങ്കിൽ കൈ മുറിഞ്ഞ് കുറച്ച് ചോര വന്നാൽ പോലും നമ്മൾ വേഗം തൊടിയും ചുറ്റിട്ട് വീണ്ടും നമ്മൾ ആ പണി എടുക്കും അല്ലെ? ആ പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ആ റിസൾട്ട് വേണം. നമ്മുടെ മനസ്സിൽ അതാണ് ഇമാജിനേഷൻ. അതുപോലെ ഒരു വീട് ഉണ്ടാക്കുന്ന ഒരാള് വീടുണ്ടാക്കുന്നതിന്റെ പിന്നാലെ ഓടാന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്ക് അല്ലെ? അത് പൈസ കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന്റെ സാധനങ്ങൾ സെലക്ട് ചെയ്യലും കൊടുക്കലും ഒക്കെ മിക്ക ദിവസങ്ങളും നമ്മുടെ പാപ്പന്മാരെ അല്ലെങ്കിൽ ഈ ഉണ്ടാക്കുന്ന അതിന്റെ പിന്നാലെ ഓടുന്ന ആണുങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും ബെഡിൽ വന്ന് വീഴുന്നതില്ലേ. പക്ഷെ എന്നാലും അവരെ മനസ്സിൽ ആ ഒരു പ്ലാനും അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ പിക്ചർ കിട്ടും അല്ലെ, വീടിന്റെ ഇന്റീരിയർ ഡിസൈനിന്റെ ആ ഫോട്ടോ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. കുറച്ച് ഓടിയാൽ എന്താ, ഇത് കിട്ടുമല്ലോ അവസാനം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കരിയർ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഭയങ്കര പ്രയാസമാണ് അതിന്റെ പിന്നാലെ ഓടാൻ, അതിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അല്ലെ. രാവും പകലും ഇല്ലാണ്ട്, പല രാത്രികളില്ലാണ്ട്, ചിലപ്പം പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില ബിസിനസ്സുകാർക്കൊക്കെ ബിസിനസ് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ അതൊന്നും മാനിക്കാത്ത അവർ ഓടും. കാരണം അവരെ മുമ്പിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് അല്ലെ. ഇത് ചെയ്ത് വിജയിച്ചവരുടെ പിക്ചറുകൾ, അവരുടെ വീഡിയോകൾ, അവരുടെ ജീവിതങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് പിക്ചർ നമ്മളെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ഓടാനും തയ്യാറാണ്. പക്ഷെ ഇവിടെ നമ്മൾ എയിം ചെയ്യുന്നത് എന്താ? ഈ പറഞ്ഞ എല്ലാ സില്ലി കാര്യങ്ങളെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ജന്നാത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ഇടേണ്ട എഫേർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിസിനസ് ഇടുന്ന എഫേർട്ട് ഒന്നും പോരാ. അത് അതിനേക്കാൾ മേലെ ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു കാര്യം പോലെയല്ല അല്ലെ. ഒരു സ്പോർട്സ്മാൻ അയാള് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീണ് എല്ല് പൊട്ടിയിട്ട് വരുന്ന പ്രയാസം പോലെയല്ല സ്വർഗം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിടേണ്ട പ്രയാസം, നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന പ്രയാസങ്ങൾ അതൊന്നും ആയിരിക്കൂല. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സില്ലി ആയിട്ടാണ് സ്വർഗത്തിനെ കരുതിയത്. സ്വർഗം എന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഈസി ആയിട്ട് നമ്മൾ കുറച്ച് 4 ദിക്റും 3 ദുആയും 5 സുന്നത്തും ചെയ്തിട്ട് നേടാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും വിവരക്കേടാ. അതും വേണമെന്നേ ഉള്ളൂ. അതൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് പോകാൻ, നമ്മളെ പ്രയാസങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് അവിടെ ക്ഷമ കാണിക്കാൻ, അതിന്റെ മേലെ റിദ കാണിക്കാൻ, അതിന്റെ മേലെ ശുക്ർ കാണിക്കാൻ, അതിലേക്കൊക്കെ എത്തുന്ന ആയുധങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. അപ്പം അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല സ്വർഗം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള റിയാക്ഷൻ പറഞ്ഞു. ഇനി 4ാമത്തെ ഒരു റിയാക്ഷൻ ഉണ്ട്. 4ാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞത് വെറുപ്പ്, ദേഷ്യം, അതൃപ്തി, ഫ്രസ്ട്രേഷൻ. അല്ലാഹു സുബ്ഹാനഹു തആല 4 എന്നോട് ഇത് ചെയ്തല്ലോ, എന്നാൽ ഇത് എന്നോട് ചെയ്യാൻ പാടില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു റിയാക്ഷൻ ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവരുമ്പം നമുക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല, അതൃപ്തി കാണിക്കാൻ പാടില്ല തന്നെ. അള്ളാന്റെ ഖദറില് പ്രയാസങ്ങൾ വരുമ്പം അതൃപ്തി കാണിക്കാൻ, ദേഷ്യം കാണിക്കാൻ, വെറുപ്പ് കാണിക്കാൻ പാടില്ല. അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. നമ്മൾ വിശ്വാസിയാണെങ്കിൽ അത് നമുക്ക് ചേർന്നതല്ല. സഹത്ത് കാണിക്കല് നമുക്ക് അനുവദനീയമല്ല. അത് വലിയ തിന്മകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മയ്യിത്തിന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് മുഖത്തടിക്കുകയും കുപ്പായമാറ് കീറുകയും അജ്ഞാന കാലത്ത് വിളിച്ചു പറഞ്ഞിരുന്നത് പോലെ വിളിച്ചു പറയുകയും ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവനല്ല. അപ്പം ആ പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകള് അതായത് അജ്ഞാന കാലത്ത്, ജാഹിലിയ കാലത്ത് വിളിച്ചു പറയാന്ന് പറയുന്നത് പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ വിളിച്ചു പറയുന്നുവോ, എന്ത് രീതിയിൽ പ്രതികരിക്കുന്നുവോ അതുപോലെ പ്രതികരിക്കല് നമുക്ക് അനുവാദമില്ല. അത് നമ്മിൽപ്പെട്ടവനല്ല, വിശ്വാസികളിൽ പെട്ടവനല്ല. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എന്തു പറയുന്നു അതുപോലെ പറയല് നമുക്ക് ചേർന്നതല്ല. അവർ നമ്മിൽ പെട്ടവനല്ല, അത് ഹറാമാണ്. വേറൊരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത് നസായില് വന്നിട്ടുള്ളതാണ്, പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കാതെ ശബ്ദമുയർത്തുന്നവനും പ്രയാസഘട്ടങ്ങളിൽ തലവടിക്കുകയോ മുടി വികൃതമാക്കുകയോ ചെയ്യുന്നവനും പ്രയാസഘട്ടങ്ങളിൽ വസ്ത്രം അലക്ഷ്യമാക്കി നീക്കി കളയുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. അപ്പം ഒരു തരത്തിലുള്ള ഓവർ പ്രതികരണങ്ങളും നമ്മിൽ പെട്ടതല്ല. സുബ്ഹാനല്ലാഹ്. ഒരു തരത്തിലുള്ള വെറുപ്പ് കാണിക്കുന്ന, വിദ്വേഷം കാണിക്കുന്ന, ദേഷ്യം കാണിക്കുന്ന, അതൃപ്തി കാണിക്കുന്ന ഒരു പ്രതികരണങ്ങളും നമ്മിൽ പെട്ടവരല്ല, ഈ വിശ്വാസികളിൽ പെട്ടവനല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് വിശ്വാസികളിൽ പെട്ടവരെങ്കിലും ആവണം അല്ലെ. അപ്പം അതിൽ ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയാണ് സബർ. സുബ്ഹാനല്ലാഹ്.
പിന്നെ നമുക്കറിയാം ഈ പ്രയാസങ്ങൾ വരുമ്പം മൂന്നാമത്തെ ലെസൺ ആണ് എന്താണ് ഇന്നാലില്ലാഹി വ ഇന്നായിലേഹി റാജിഊൻ എന്ന് പറയണം എന്നുള്ളത് അല്ലേ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അടിമയ്ക്ക് ഒരു മുസീബത്ത്, ഒരു നാശനഷ്ടം, രോഗം, മരണം എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ ഇപ്രകാരം ചൊല്ലിയാൽ അള്ളാഹു അയാൾക്ക് ഇതിന് പകരം അതിലും ഉത്തമമായത് നൽകാതിരിക്കില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അള്ളാഹു എന്റെ വിപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, അതിന് പകരം അതിലും ഉത്തമമായത് എനിക്ക് നീ നൽകണമേ. അപ്പം ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹു. അപ്പോൾ അവന് അതിനേക്കാൾ ഉത്തമമായത്, അള്ളാഹു എന്താണോ അവനിൽ നിന്ന് എടുത്തത്, എന്ത് പ്രയാസമാണോ അള്ളാഹു ഉണ്ടാക്കിയത്, അതിനേക്കാൾ എളുപ്പമായത് അള്ളാഹു തരും. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു നിവേദനമുണ്ട് ഈ കാര്യത്തിൽ. അവര് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവരുടെ ഹസ്ബൻഡായ അബൂ സലമയുടെ കൂടെ ഹിജ്റ പോകുന്ന സമയത്ത് ഭയങ്കര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒരുപാട് ഭയങ്കര ക്ലോസ് ബോണ്ടിങ് ആണ് അവരുടെ ഇടയിൽ. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു. എത്ര വിഷമമുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മാത്രമല്ല, ഹിജ്റ പോയ സമയമാണ്, പുതിയ സ്ഥലമാണ്, കുടുംബങ്ങളൊന്നും കൂടെ ഇല്ല, ഹസ്ബൻഡ് മാത്രമാണ് വന്നത്, ഹസ്ബൻഡ് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ഒറ്റയ്ക്കാണ് അവന്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ റെസ്റ്റ് ചെയ്യാൻ വന്നപ്പം ഈ ഒരു ദുആ പറഞ്ഞു കൊടുക്കും, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബതി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അപ്പം ഈ ദുആ ചെയ്യ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് പകരം തരും. സുബ്ഹാനല്ലാഹ്. അവര് അത് കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഓ അബൂ സലമേനേക്കാളും നല്ലത് ഇനി എവിടെ കിട്ടാനല്ലേ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിരുന്നു, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരുന്നു, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പാനിയൻസ് സഹാബിയായിരുന്നു അബൂ സലമ. ഇതിനേക്കാൾ നല്ലത് എവിടെ നിന്ന് കിട്ടാൻ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലേ ആരെയാ പകരം കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അങ്ങനെ സലമ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ടവരായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രയാസത്തിൽ ക്ഷമ കാണിക്കുകയും അള്ളാഹുൽ തവക്കുൽ ചെയ്യുകയും, അള്ളാഹു എനിക്ക് നഷ്ടമുണ്ട്, പക്ഷെ ഞാൻ നിന്നില് ഭാരമേൽപ്പിച്ചിരിക്കുന്നു, നീ എനിക്ക് ഇതിന് പ്രതിഫലം തരണേ, നീ എനിക്ക് ഇതിനേക്കാൾ ബെറ്റർ തരണേ, നീ എന്നെ തൃപ്തിപ്പെടുത്തണേ, നീ എന്നെ തൃപ്തിയുള്ളവനാക്കണേ, നീ എനിക്ക് സന്തോഷം തരണേ, സമാധാനം തരണേ. ആ രീതിയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായി മാറുമ്പോൾ, നമ്മുടെ ദുആ അങ്ങനെയായി മാറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ഉത്തമമായത് തരും. അള്ളാഹു ഒറ്റയ്ക്ക് വിടൂല, നമ്മളെ വെറുതെ വിടൂല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുടുംബം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് പോലും അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല, ചുറ്റുപാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്നു അല്ലെ. അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സാറ അലൈഹി ഇസ്ലാമിനെ പോലെ ഒരു ഭാര്യയെ കൊടുത്തു, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ പോലെ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ പോലെ മക്കളെ കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ പ്രതിഫലങ്ങളാണ്, എന്താണ് റിവാർഡുകളാണ് ക്ഷമയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത്തരം ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക അലൈഹിം, അതായത് ആയത്ത് 157, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്, അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. വാക്കർത്ഥം ഉലായിക്ക അക്കൂട്ടർ, അലൈഹിം അവരുടെ മേൽ, അല പ്ലസ് ഹിം ആണ്, സ്വലവാത്തുൻ അനുഗ്രഹങ്ങൾ, അനുഗ്രഹാശിസുകൾ, സ്വാദ് ലാം വാവ്, കൂടുതൽ വിശദമായിട്ട് നമുക്ക് തഫ്സീറിൽ കാണാം, മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള, വറഹ്മത്തുൻ കാരുണ്യവും, വ ഉലായിക്ക അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്, അൽ മുഹ്തദൂൻ നേർമാർഗം പ്രാപിച്ചവർ. തഫ്സീർ നോക്കാം. ഉലായിക്ക അവര് ആണ് ആര്? ക്ഷമയുള്ള ആൾക്കാരെ കുറിച്ച് പറയണം അല്ലെ. അതായത് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്ന ആളുകൾ, അവരെ കുറിച്ച് ഒരു കാര്യം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലൈഹിം അവരുടെ മേൽ എന്തുണ്ട്? സ്വലവാത്തും മിർ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ സ്വലവാത്ത് ഉണ്ട്. സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ പ്ലൂറലാണ് സ്വലവാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നമസ്കാരം അല്ലെ. നമസ്കാരത്തിനാണ് നമ്മൾ സ്വലാത്ത് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും അല്ലെ. അപ്പം ഈ സ്വലാ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ നമസ്കാരത്തിന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കും. അതേപോലെ അനുഗ്രഹങ്ങൾ, ആശീർവാദം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മൂന്നാമത്തെ അർത്ഥം സന എന്ന് വെച്ചാൽ 3 ഡോട്ടുള്ള സ. ഓക്കെ, സന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശംസ, പ്രൈസ്, സ്തുതി. 3 തരത്തില് ആണ് അർത്ഥങ്ങൾ പറയുന്നത്. ഒന്ന് നമസ്കാരം, നമ്മുടെ നമസ്കാരങ്ങള് സ്വല. 2
അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശീർവാദം, 3 സന പ്രശംസ, പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പം അതിന് വേറെ അർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്ത് നൽകുക എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമാണ്. മലായിക്കത്ത് സ്വലാത്ത് നൽകുക എന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥമാണ്. ഇവിടെ സ്വലവാത്ത് ആരിൽ നിന്നാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്, അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും സ്വലാത്ത് കൊടുക്കുക, സ്വലാത്ത് നൽകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ സ്വലാത്തും മിർ റബ്ബിഹിം ആണ്, അല്ലെ? അള്ളാഹു സ്വലവാത്ത് നൽകുക എന്ന് പറയുമ്പോൾ, അള്ളാഹു സ്വലാത്ത് നൽകുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു ആ വ്യക്തിയെ പ്രശംസിക്കുകയാണ്, സനാ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ വ്യക്തിയെ പുകഴ്ത്തി പറയാണ്. പ്ലസ് അള്ളാഹു ആ വ്യക്തിക്ക് ആശീർവാദം, അനുഗ്രഹങ്ങള് കൊടുക്കാണ്. അവന്റെ മേലെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ക്ഷമയുള്ളവർക്ക്, പ്രയാസങ്ങളിൽ ക്ഷമയുള്ളവർക്ക് അവരുടെ മേൽ എന്തുണ്ട്? അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം. അള്ളാഹു അവരെ സ്തുതിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, പ്രശംസിക്കുകയാണ്. മലായിക്കത്തിന്റെ സന്നിധിയിൽ വെച്ചിട്ട് അള്ളാഹു അവരുടെ മേലെ അനുഗ്രഹങ്ങള് ചൊരിഞ്ഞോണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ, അല്ലേ, ആരെങ്കിലും നമ്മളെ കുറിച്ച് ഓർത്താൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളൊരു വിഷമമുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് ശാരീരികമായോ മാനസികമായിട്ടും, ശാരീരികമായി നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ വിളിച്ച് എന്താ നിങ്ങളെ ഹാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മളെ ഒന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ, അല്ലെ, എന്തെങ്കിലും നമുക്കൊന്ന് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം, അല്ലെ? മാഷാ അല്ലാഹ്, അവരെ നമ്മളെ ഓർത്തല്ലോ, അല്ലെ, അവരെന്നെ വിളിച്ചല്ലോ, അവരെന്നെ കാര്യം ചെക്ക് ചെയ്തല്ലോ, എന്നെ കാണാഞ്ഞിട്ട് അവർ അന്വേഷിച്ചല്ലോ. വല്ലാത്തൊരു സന്തോഷം, ഏത് വ്യക്തിക്കും കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ്, അല്ലെ? ഇനി അവര് വരുമ്പോ എന്തെങ്കിലും നമുക്കൊരു ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖം, ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മളെ പകുതി വേദന നമുക്ക് ചിലപ്പോൾ അപ്പം മറന്നു പോകും, അല്ലെ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രയാസങ്ങൾ തന്നിട്ട് ആ പ്രയാസങ്ങളുടെ സമയത്ത് നമ്മൾ ക്ഷമ കാണിക്കുമ്പം ആരാ നമ്മളെ ഓർക്കും പറയുന്നത്? അള്ളാഹ് നമ്മളെ ഓർക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളുടെ മേല് സ്വലാത്ത് അയക്കുന്ന, നമ്മളെ പുകഴ്ത്തി പറയുന്ന. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അള്ളാഹു നമ്മളെ ഓർക്കാണ്. അവരുടെ സ്റ്റേറ്റസ്, നമ്മൾ ആ സമയത്ത് നമ്മുടെ സ്റ്റേറ്റസ് ഉയർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാഴ്ചയിൽ നമ്മുടെ സ്റ്റേറ്റസ് ഒരു ലെവലും കൂടെ മേലെ. ആ നിമിഷം, അല്ലെ, ആ നിമിഷം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്റ്റേറ്റസ് ഉയർത്തി സംസാരിക്കുകയാണ് മലായിക്കത്തിന്റെ ഇടയിൽ. സുബ്ഹാനല്ലാഹ്. സ്വലാത്ത് മാത്രമല്ല, വറഹ്മത്തുൻ, അള്ളാഹുവിന്റെ കാരുണ്യം. ഇവിടെ എങ്ങനെയാണ് ആ റഹ്മത്ത് വരുന്നത്? അള്ളാഹു അവരുടെ സാഹചര്യം, അതായത് ആര് അറിഞ്ഞുകൊണ്ട്, അല്ലെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതിനെ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തോടും കൂടി ഉൾക്കൊണ്ട് അത് പറയുന്നു. അള്ളാഹു അവരുടെ സാഹചര്യം ഉടനടി മെച്ചപ്പെടുത്തും. അള്ളാഹുവിന്റെ കാരുണ്യം അവരുടെ കണ്ടീഷൻ മെച്ചപ്പെടുത്തും. ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഏറ്റവും ശരിയായ രീതിയിൽ നേർവഴി പ്രാപിച്ചവർ. ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് നേർവഴി പ്രാപിച്ചവർ. മുഹ്തദൂൻ ഹാദാല്യ, ഹിദായിൽ നിന്നുള്ള തന്നെ വാക്കാണ് മുഹ്തദൂൻ. അപ്പം അവരാണ് ശരിയായ വഴിയിലേക്ക് വഴി കണ്ടവര്. അവരാണ്, അതായത് പ്രയാസങ്ങളിൽ ശരിയായ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, പെരുമാറുന്ന ആളുകള്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കയറി മേയും, അല്ലെ, നമ്മുടെ ലൈഫിൽ. അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, നീ അത് ചെയ്തു, നീ അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ചിലർ പറയും ഇല്ല അത് ചെയ്യാൻ പാടില്ലേ. ഒരാൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ആൾ പറയുന്നത്. നമ്മൾ പഠിച്ചോനെ ഇനിയിപ്പൊ എന്താ ചെയ്യല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ശരിയായ വഴിയിലേക്ക് നയിക്കപ്പെട്ട ആൾ ആരാണ്? അള്ളാഹുലേക്ക് മടങ്ങിയവർ, അള്ളാഹുവിൽ കീഴൊതുങ്ങിയവര്, അള്ളാഹുവിന്റെ ഖദർ സ്വീകരിച്ചവര്, അള്ളാഹുൽ തവക്കുൽ ചെയ്തവര്, അള്ളാഹുവില് വിശ്വാസം അർപ്പിച്ച ആളുകളാണ് മുഹ്തദൂനായിട്ടുള്ള ആൾക്കാർ, അല്ലെ? അവരാണ് യഥാർത്ഥത്തിൽ വഴികാട്ടപ്പെട്ട നല്ല വഴിയിലായിട്ടുള്ള ആൾക്കാർ. ഇതിന്റെ അർത്ഥം, നമുക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആരോടൊന്നും ചോദിക്കരുതെന്നും ആരും പറയുന്ന വാക്കുകൾ എടുക്കരുതെന്നും അല്ല. നമുക്കത് ചെയ്യാം, ചില സിറ്റുവേഷനിൽ അത് ചെയ്യുകയും വേണം. പക്ഷെ നമ്മളത് ചെയ്താലും ഇല്ലെങ്കിലും യഥാർത്ഥ രീതിയിൽ ഗൈഡ് ചെയ്യപ്പെട്ട ആൾക്കാർ ആരാണ്? അവര് അള്ളാഹുലേക്ക് തിരിഞ്ഞ ആളുകളാണ്, അല്ലെ? അതായത് നമ്മൾ അത് ചെയ്ത് അതിൽ നിന്ന് പോകരുത്. നമ്മൾ അള്ളാഹുലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവണം, അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ടാവണം, അള്ളാഹുവിന്റെ ഖദർ സ്വീകരിച്ചിട്ടുണ്ടാവണം, അള്ളാഹുൽ തവക്കുൽ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ക്ഷമയുടെ വലിയ വലിയ പ്രതിഫലങ്ങളുടെ തലങ്ങൾ കാണിച്ചു തരാണ്, അല്ലെ? സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവരാണ് എന്ത്? അള്ളാഹുവിന്റെ, അതായത് ക്ഷമ
പ്രയാസങ്ങളിലെ ആദ്യത്തിൽ തന്നെ ക്ഷമ കാണിക്കുന്നവർക്ക് എന്തുണ്ട്? സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹു അവരെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, അള്ളാഹു അവരുടെ സ്റ്റേറ്റസ് ഉയർത്തുന്നു. പിന്നെ അവരാണ് ശരിയായ കാര്യം ചെയ്തവർ, അല്ലെ? ശരിയായ കാര്യം ചെയ്തവർ എന്ന് പറയുന്നത് പ്രയാസത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരാണ്, അല്ലാതെ ക്ഷമകേട് കാണിക്കുന്നവരല്ല ശരിയായ കാര്യം ചെയ്യുന്നവർ. ഇനി ഒരു ചോദ്യം, ഒരു നോൺ മുസ്ലിം, ഒരു അമുസ്ലിമായ ഒരാള് അയാളുടെ പ്രയാസത്തില് ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ കിട്ടുക? കാരണം അത് നമ്മൾ കാണാറുണ്ടല്ലോ, അല്ലെ? അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി ക്ഷമ കാണിക്കുന്നത്? വിശ്വാസി ക്ഷമ കാണിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? അള്ളാഹുലുള്ള തവക്കുൽ കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്, പ്രതിഫലം ലഭിക്കുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷെ ഒരു അവിശ്വാസിയുടെ കാര്യത്തിൽ അവൻ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, അള്ളാഹുലുള്ള തവക്കുൽ കൊണ്ടല്ല, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ക്ഷമ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ വിശ്വാസിയുടെ ക്ഷമയും അവിശ്വാസിയുടെ ക്ഷമയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന് രണ്ടിനും ഒരേ റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയും അവിശ്വാസികളെയും പരീക്ഷിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഏതൊരു പ്രവാചകനും ഏതൊരു ജനതയിലേക്ക് അയച്ചു കഴിഞ്ഞാലും ആ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊടുക്കാറുണ്ട്. അത് ആ ജനതയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളായതുകൊണ്ടല്ല അവർക്ക് അത്തരത്തിലുള്ള പ്രയാസം കൊടുക്കുന്നത്. സൂറത്ത് അറാഫിലെ 94-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നബിയ്യിൻ ഇല്ലാ അഖദ്നാ അഹ്ലഹാ ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യദ്ദറഊൻ. ഏതൊരു നാട്ടിൽ നാം പ്രവാചകനെ അയച്ചപ്പോഴും അവിടത്തുകാരെ ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് നാം പിടികൂടാതിരുന്നിട്ടില്ല, അവർ വിനയമുള്ളവരായി തീരാൻ വേണ്ടി അത്രയത്. ഓക്കെ, അപ്പം അവരും മുസ്ലിങ്ങളും അവരിൽ ഉണ്ടാവും, അല്ലെ? ഒരു പ്രവാചകനെ അയച്ച ഒരു കൗമിൽ രണ്ടും ഉണ്ടാവും. പക്ഷെ പ്രയാസങ്ങൾ എല്ലാവർക്കും അയക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ വിനയമുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏതൊരു ഐഹിക സെൻസിൽ ജീവിക്കുന്ന ഒരാൾക്കും അങ്ങേയറ്റം പ്രയാസം വരുമ്പം അവര് അറിയാതെ അള്ളാഹുവിനെ ഓർത്തുപോലും, എത്ര അവിശ്വാസിയാണെങ്കിലും ഒരു ജീവിതത്തിൽ വഴിമുട്ടി പോകുന്ന പ്രയാസങ്ങൾ വരുമ്പം അയാൾ ചിന്തിക്കും, എന്തിനാ ഈ ജീവിതം, അല്ലെ? എന്താ ഞാൻ ഇവിടെ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ പല റിവേർഡ് സ്റ്റോറീസും കേൾക്കാറുണ്ട്, അല്ലെ? പലരും ഇസ്ലാമിലേക്ക് വന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ അവര് ചെന്ന് തങ്ങി നിന്നപ്പം അവര് ദൈവത്തിനെ കുറിച്ച് ഓർത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർ എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താന്ന് ഓർത്തതായിരിക്കാം, അതിനെക്കുറിച്ച് അന്വേഷിച്ച് എത്തിയവരായിരിക്കാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇസ്ലാം കണ്ടെത്തിയിട്ട് മുസ്ലിം ആയവരായിരിക്കാം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കഥകൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. റിവേർഡ് സ്റ്റോറീസ് നമ്മൾ കാണുമ്പോൾ അവരൊക്കെ ഇതുപോലെ ജീവിതത്തിൽ വഴിമുട്ടി നിന്നിട്ട്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെയും അവിശ്വാസികളെയും പരീക്ഷിക്കും. അവിശ്വാസികളെ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ വിനയമുള്ളവരാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവര് തിരിച്ച് എന്തിനാണ് ഈ ജീവിതം, ദൈവം എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടി ആയിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും പല കാരണത്താലാണ് ശിക്ഷിക്കുന്നത്. അപ്പം ഒരു അവിശ്വാസി അയാളുടെ പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് പോലും ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് അവന് ഈ ജീവിതത്തിൽ കംഫർട്ടുകൾ കിട്ടും, ഈ ജീവിതത്തിൽ അവന് ആശ്വാസം കിട്ടും, ഈ ജീവിതത്തിൽ അവന് സമാധാനം കിട്ടും. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അല്ലെ? പല അവിശ്വാസികളും അൽഹംദുലില്ലാഹ് ജീവിതത്തിലെ അനുഭവങ്ങളുണ്ട്. എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെ ആയിരുന്നു ഇത്, എങ്ങനെയാണ് അവർ ഇത്ര കൂളായിട്ട് നിൽക്കുന്നത്? അപ്പം അവരുടെ ക്ഷമയുടെ നീയത്ത് നമ്മളുടെ പോലെ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിട്ടും അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിച്ചിട്ടും അല്ലെങ്കിൽ പോലും അവർക്ക് ക്ഷമയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ സമാധാനമായിട്ട് തൃപ്തിയായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രതിഫലം, ആ ഒരു റിസൾട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മൾ ക്ഷമയെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി. ഇനിയുള്ള ആയത്തിൽ ഇതുപോലെ ക്ഷമയ്ക്കുള്ള ഒരു വലിയൊരു ഉദാഹരണവും അതിനുള്ള വലിയ പ്രതിഫലവും ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള അടിമകളായിട്ട് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. ഏത് പ്രയാസം നേരിടുമ്പോഴും ക്ഷമകേട് കാണിക്കുന്നതിനെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ മേലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദറുകൾക്ക് റിദാ കാണിക്കുന്ന, തൃപ്തി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന്റെയും മേലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ
നന്ദിയോടുകൂടി സ്മരിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആ ഒരു ലെവലിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. എന്നിട്ട് ഈ പ്രയാസങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന എല്ലാ പ്രയാസങ്ങളും ഭൂമിയിൽ അതിന്റെ സെൻസിൽ കാണാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന മുത്തുകളും പവിഴങ്ങളുമാണ് പലപ്പോഴും ഞാൻ പലരും പ്രയാസങ്ങൾ വന്ന് പറയുമ്പം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ തന്നെ നമ്മളുടെ വീട്ടിന്റെ മുമ്പിൽ തന്നെ ഒരുപാട് മുത്തുകളും പവിഴങ്ങളും ഉണ്ടാവും. അത് നമ്മൾ കാണൂല. അതെന്തിനാ അള്ളാഹ് തന്നത്? നിങ്ങൾ ഇത് പെറുക്കിയെടുത്തിട്ടെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ടില്ലേ? നമുക്കറിയാം നമ്മുടെ ഇബാദത്തുകളുടെ ക്വാളിറ്റി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എടുത്തിട്ട് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് പരാതി പറഞ്ഞാൽ മതി എന്നുള്ള ആൾക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ ലോകത്ത് നമ്മൾ പലതിന്റെയും പിന്നാലെ ഒരുപാട് എഫേർട്ട് എടുത്ത് ഓടുന്നവരാണ്. നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ വേണ്ടി ഓരോ ദിവസവും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമവും തോന്നൂല. കാരണം അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഭയങ്കര സന്തോഷം തരും. എന്നാൽ പരലോകത്തേക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആ വീടൊന്ന് വൃത്തികേടാക്കി തന്ന് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമല്ലേ. അതായത് നമ്മുടെ ജീവിതം ഒന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. അത് വൃത്തിയാക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടാനുള്ള പ്രതിഫലത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അത് എടുക്കൂല. അപ്പം അള്ളാഹുവിന്റെ എല്ലാ ഖദറുകളും നമ്മൾ മുസീബ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടുല്ലേ. ഇതൊന്നും നമ്മളെ മിസ്സാകാനുള്ള കാര്യങ്ങളേ അല്ല. അത് നമ്മളെ അടുത്തേക്ക് തന്നെ ഡയറക്റ്റ് എറിഞ്ഞ അമ്പുകളാണ്. അത് നമ്മളിൽ എത്തുക തന്നെ ചെയ്യും. അപ്പൊ ഏത് സമയവും കൈ തുറന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറുകളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. എന്ത് വന്നു കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് സ്വീകരിക്കാം എന്ന് വെച്ചിട്ട് ഒരിക്കലും ദുരിതത്തിന് വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യരുത്. കാരണം ചില സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്തത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ പരീക്ഷണങ്ങളുടെ കാര്യത്തിൽ നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ വരുന്നത് കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പരീക്ഷണം തന്നു കഴിഞ്ഞാൽ, ഒരു പ്രയാസം തന്നു കഴിഞ്ഞാൽ അതിന് 2 കൈ നീട്ടി സ്വീകരിക്കുക. ക്ഷമ വാജിബാണ്, ക്ഷമ ഒരു ഓപ്ഷൻ അല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ അടുത്ത്. ഇത് കുഞ്ഞായത്തുകളല്ലേ, കുറച്ച് വാക്കുകളല്ലേ ഉള്ളൂ, അവസാന നിമിഷം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കാണ്ട് പഠിക്കുക എന്നുള്ള ഒരു ഓപ്ഷനെ വേണ്ട. നമുക്കിത് മനസ്സിലാക്കുക, ചിന്തിക്കുക, വീണ്ടും ചിന്തിക്കുക, ജീവിതത്തിൽ കൊണ്ടുവരിക. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഖുർആൻ ഈ രീതിയിൽ പഠിക്കുന്നത്. എക്സാം വെക്കുന്ന കാര്യം ഞാൻ എപ്പോഴും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എക്സാം എഴുതി മാർക്ക് വാങ്ങുന്നുള്ളത് ഒരു വിഷയമല്ല. എക്സാം വെച്ച് നമുക്കൊരു ടാർഗറ്റിന് വേണ്ടിയിട്ടാണ്. ആ സമയത്തിനുള്ളിൽ എങ്കിലും നമ്മൾ ഇത് പഠിച്ച് തീർത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എക്സാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ആഴ്ച പഠിക്കൂല, അപ്പൊ അടുത്ത ആഴ്ച എന്ന് വിചാരിക്കും. അപ്പൊ അടുത്ത ആഴ്ചത്തത് വീണ്ടും കൂടും. അങ്ങനെ കൂടി നമ്മൾ ഇനിയിപ്പോ കുറേ ആയി എന്നിട്ട് നമ്മൾ അതിനങ്ങ് ഒഴിവാക്കിയേക്കും. അതിനു വേണ്ടി മാത്രമാണ് എക്സാം. ഓക്കെ, അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എക്സാം ഡിലേ ആക്കുന്നവർ, അതായത് നമ്മൾ ഞായർ രാത്രി മുതൽ ചൊവ്വ രാവിലെ വരെ എക്സാം വെക്കുമ്പോൾ ഒരു തിങ്കൾ ഉച്ചയ്ക്ക് ശേഷം വെക്കുന്നവരൊക്കെയും ഈ പറഞ്ഞ പോലെ എക്സാമിന് കുറേ മാർക്ക് വാങ്ങണം എന്ന് വെച്ച് വീണ്ടും പഠിക്കുന്നവരായിരിക്കും മെജോറിറ്റി. ചിലർ തിരക്കായിട്ടായിരിക്കും, എന്നാലും ഒരു 50% കൂടുതൽ ഈ മാർക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് സെക്കൻഡറി ആക്കി വെക്കുക. ശരിയാണ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാക്കൊക്കെ വേണം. പക്ഷെ ഇവിടെ നമ്മൾ ഓരോ ആയത്തുകളും നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കണം. ചിന്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് നിമിഷവും ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലാസ് 1-2 പ്രാവശ്യം വൃത്തിക്ക് കേട്ടിട്ട് അതിനങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. അതാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ ഒരു ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതുകൊണ്ട് എക്സാമിന്റെ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയിട്ട് ഇതിന്റെ ശരിക്കുള്ള ഒരു അന്തസ്സത്ത് ആർക്കും മിസ്സായി പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഏറ്റവും തൃപ്തിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നുമാറാകട്ടെ. അത്തരത്തിൽ അള്ളാഹു തൃപ്തിയുള്ള രീതിയിൽ മരിച്ച അള്ളാഹുവിന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള തൗഫീക്ക്, ഖൽബുൻ സലീമുമായിട്ട് ചെല്ലാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക അസ്അലുക بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه.
ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.